This video sponsored by BuyMart Shopping App. BuyMart e-shopping application is one of the online shopping app. Now available on Play Store and App Store. BuyMart e-shopping. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും തിങ്സ് വേണം, നമ്മളിപ്പോൾ ഈ ഫ്ലിപ്കാർട്ട്, ആമസോൺ ഇവിടെ നിന്നെല്ലാം വാങ്ങുന്ന രീതിയിൽ വില കുറവിൽ തന്നെ നല്ല ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും. ഇതിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവിടെ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അവിടുന്ന് ഷോപ്പിംഗ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഫ്രണ്ട്സ്. ആഗ്രഹമുള്ളവർ ആ ലിങ്കിൽ പോയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മൾക്ക് ആവശ്യമായ പ്രൊഡക്റ്റുകൾ ഇതിലുണ്ട്. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വേണമെങ്കിൽ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സീരിയസ് കിച്ചൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കിച്ചൻ്റെ പരിപാടിയും അല്ല, സോപ്പിൻ്റെ പരിപാടിയും അല്ല കേട്ടോ. ഇന്ന് നോക്കുന്നത് നമ്മൾ കുറച്ച് പൂക്കൾ വെറുതെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ വീഡിയോ എടുക്കുന്നതാണ്. ഈ ചെടി കണ്ടില്ലേ? ഈ ചെടിയിൽ ഒരേ ചെടിയിൽ കാണുന്ന പൂവാണ് ഇത്. കണ്ടില്ലേ? 3 സൈസ് പൂവുള്ളതുപോലെ തോന്നുന്നുണ്ട്. ഇത് കുട്ടികൾ റോസാപ്പൂവെല്ലാം പിച്ചിട്ടിട്ട് കളിക്കുന്ന കളിയാണ്. നല്ല പിങ്കും വൈറ്റും കളർ റോസ് അത് കളിക്കുന്ന. അതെല്ലാം ഉണക്കിയിട്ട് റോസ് പൗഡർ ആക്കണമെന്നുള്ള ആഗ്രഹമാണ് അവർക്ക്. അതുകൊണ്ട് അത് പിച്ചിട്ടപ്പോൾ അത് തൊട്ട് കളിക്കുക ഇട്ടിട്ട്. ഇത് കണ്ട, ഇത് വയനാട് പോയപ്പോൾ കണ്ട ഒരു ചെമ്പരത്തി പൂവാണ്. എന്ത് രസമാണെന്ന് നോക്കിയേ. കണ്ടില്ലേ? ഇത് മൊട്ട് വിരിഞ്ഞിട്ടില്ല, പൂക്കളെല്ലാം ഇങ്ങനെ. ഇത് കണ്ടില്ലേ? എന്താ രസമാണ് ഈ പൂക്കളെല്ലാം കാണുമ്പോൾ ഒരു നല്ല രസമല്ലേ? ഇത് കണ്ടില്ലേ? ഇത് നല്ല കിളികളെല്ലാം ഇങ്ങനെ നിറഞ്ഞ് തൂങ്ങി നിൽക്കുന്ന പോലത്തെ പൂക്കളെ കാട്ടുപൂവാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ കാണാൻ സൂപ്പറാണ്. നല്ല ഭംഗിയുള്ള പൂവാണ്. നല്ല രസമുണ്ട്. ഇത് ഞാൻ വീട്ടിൽ പോയപ്പോൾ, കൂർഗിൽ പോയപ്പോൾ എടുത്തതാണ്. വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ, വെറുതെ ഒരു ഭംഗിയൊന്നുമില്ല, എന്നാലും നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് കാണുമ്പോൾ നല്ല ഒരു രസമല്ലേ, അതും കൊണ്ട് എടുത്തതാണ്. അപ്പം ഞാൻ അവിടെ ഒരു ചെറിയ പേരയ്ക്കേൻ്റെ തൈ ഉണ്ടായിന്. അത് നോക്കുമ്പോൾ അതിൽ താഴെ നല്ല പേരക്ക കണ്ടില്ലേ? നല്ല മൂത്തിട്ടുണ്ട്. അപ്പം ഞാൻ അതിനെ പറിച്ചു. നല്ല രസമുള്ള നല്ല നീളം ഉണ്ടായതാണ്. അത് കൊത്തിയതാ. പിന്നെ അത് ചെറുങ്ങനെ ഇതായിട്ട് അതിൽ പേരക്ക കായ്ച്ചു. നല്ല മൂത്ത പേരക്ക എനക്കെന്നെ കിട്ടി. ഇനി ഇതെല്ലാം ഒരു കളർ ചെടീനെ പോലത്തെ ചെടിയാണ്. അതിൻ്റെ നീളമുള്ള പൂവാണ്. വലിയ പൂവെന്നല്ല, ചെറുത് ഒരു നീളമില്ല ഇങ്ങനെ. കണ്ടില്ലേ? ഈ സൈസ്. എന്നാലും വീഡിയോയിലും ഫോട്ടോയിലെല്ലാം കാണാൻ നല്ല രസമായിരിക്കും. അതുകൊണ്ടാണ് അതെടുത്തത്. ഇത് അരൂത പറഞ്ഞിട്ട്, പണ്ടെല്ലാം എല്ലാ വീട്ടിൻ്റെ ചുറ്റിലും ഉണ്ടാവും അരൂത. അതുണ്ടെങ്കിൽ പാമ്പ് വരില്ല എന്ന് പറയുന്ന കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ ചെടി നട്ടിട്ടുണ്ടായതാണ് അരൂത ചെപ്പ്. അതിൻ്റെ മണം നല്ല ഒരു മെഡിസിൻ്റെ ഇതാണ്. ഇങ്ങനെ കണ്ടല്ലേ? വീഡിയോയിൽ കാണുമ്പോൾ, ഫോട്ടോയിൽ കാണുമ്പോൾ പൂക്കൾക്കെല്ലാം നല്ല ഭംഗിയുണ്ട്, കളറുണ്ട്. ഉണ്ടല്ലേ? ഇത് കണ്ടോ? ഇതൊരു സൈസ് പൂവാണ്. ഇതിൻ്റെ മുട്ട് അത് വിരിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വൈറ്റ് കളറായിരിക്കും. ഇതെല്ലാം കാണുമ്പോൾ നോക്കിയേ, പ്ലാസ്റ്റിക് പൂവിനെ പോലെ ഉണ്ട്. ഉണ്ടല്ലേ? പ്ലാസ്റ്റിക് പൂവിനെ പോലെ തൊടുമ്പോഴും അത് അങ്ങനെ തന്നെയുള്ളത്. കണ്ടില്ലേ? ഒരു പേപ്പറിൽ പൂവാക്കി വെച്ച പോലെ, ഒരു പേപ്പർ പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക്കിനെ പോലത്തെ പേപ്പറില്ലേ, അങ്ങനത്തെ അതിൽ പൂവാക്കി വെച്ച പോലെയാണ്. പക്ഷെ ഇത് ഒറിജിനലാണ്. ഞാനൊരു ആൻറ്റീൻ്റെ വീട്ടിൽ പോയപ്പോൾ എടുത്തതാണ്. ഇത് പിന്നെ ഞങ്ങളിങ്ങനെ നാഗരഹോളെ കൂടി പോകുമ്പോൾ ഇങ്ങനെ വീഡിയോ, ഉണസൂറിലേക്ക് പോകാൻ വേണ്ടി പോയതാണ്. അപ്പം ഇങ്ങനെ എടുത്ത വീഡിയോ ആണ്. കണ്ടില്ല? പൂവ് മെയ് മാസം പൂവെന്നാണ് പറയൽ. കുറേ മാനും ഉണ്ട് ഇവിടെ. അതിനെല്ലാം വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്ത് പോവുക. പിന്നെ ഇതൊരു പൂവ്, അതിൻ്റെ പേരൊക്കെ മറന്നുപോയി. ഈ ചെമ്പരത്തിപ്പൂ കണ്ടോ? എന്താ കളറ് നോക്കിയ വീഡിയോയിൽ? സൂപ്പർ കളറല്ലേ? ഇത് എൻ്റെ പ്രാർത്ഥനയ്ക്ക് പോകുന്ന സ്ഥലത്ത് തന്നെ എടുത്തതാണ്. നല്ല പൂ. താങ്ക് യു.